ചെയ്യാൻ പറ്റൂല. യാ ബുനയ്യ, മോനെ, കൈഫ തജിദുക, എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മലിക്കാണ് മകന്റെ പേര്. അബ്ദുൽ മലിക് എന്ന മകൻ, ഉപ്പാ തജിദുനി അബതാ, എന്റെ ഉപ്പാ ഫിൽ മൗത്ത്, മരണം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഉപ്പയുടെ വാക്ക്. യാ ബുനയ്യ, മോനെ, ലഅൻ തകൂന ഫീ മീസാനി അഹബ്ബു ഇലയ്യ മിൻ അൻ നകൂന ഫീ മീസാനിക്, മോനെ, എന്റെ തുലാസിൽ നീ അനുഗ്രഹമായി വരുന്നതാണ് നിന്റെ തുലാസിൽ ഞാൻ അനുഗ്രഹമായി വരുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ല? മകനെ, നീ എനിക്ക് എന്റെ നന്മ തിന്മ തൂക്കുന്ന മീസാനിൽ ഖനമായി നീ വരുന്നതാണ്. നീ കാരണം എനിക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. നിന്റെ മരണം ആദ്യം സംഭവിച്ച് ഞാൻ ക്ഷമിക്കുന്നതാണ്. നിന്റെ മുമ്പ് ഞാൻ മരണപ്പെട്ട് നീ ക്ഷമിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളും അവരും വലിയ ബുദ്ധിയുള്ള വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്, ഹിക്മത്തിന്റെ വാക്കുകൾ. മോൻ പറഞ്ഞു, യാ അബതി, ഉപ്പാ, വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅൻ യകൂന മാ തുഹിബ്ബുഹു അഹബ്ബു ഇലയ്യ മിൻ അൻ നകൂന മാ ഉഹിബ്ബുഹു. ഉപ്പാ, ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കലാണ്. ഇത് പറയുന്നതോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞ മോനാണ് 18 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്ന അബ്ദുൽ മലിക് ബിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ അബ്ദുൽ മലിക് എന്ന പേരുള്ള മകൻ. യാ അല്ലാഹ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി മകനെ മറവ് ചെയ്യാൻ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിന്നു. എല്ലാവരും ചുറ്റും നിൽക്കുന്നുണ്ട്. വല്ലാഹി, ആ മോനോട് നേരിട്ട് സംസാരിച്ചു. തൽഖീന് പറയുമ്പോൾ അസുഖം വരുന്ന ആൾക്കാരുണ്ട്, ഒന്ന് കേൾക്കണം. മരണം എന്ന് പറയുന്നത് ഒരു ദാറിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന് അടുത്ത ഒരു വീട്ടിലേക്കുള്ള യാത്രയാണ്. ആ വീട് ഈ വീടിനേക്കാളും ടോട്ടലി ഡിഫറെന്റ് ആണ്. അവിടെ കേൾക്കുന്നുണ്ട് ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം, മരിച്ചു കിടക്കുന്ന മയ്യത്ത്, അവരെ അവിടെ മറവ് ചെയ്ത് പോകുന്നവരുടെ സംസാരവും ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദവും മയ്യത്ത് കേൾക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബർസ്ഥാനിലേക്ക് കയറി ചെല്ലുമ്പോൾ ദുആയുണ്ട്. ഇവിടെ കിടക്കുന്ന വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. എന്തിനാണെന്നറിയോ? അവർ സലാം മടക്കും എന്ന് വിചാരിച്ച് പടച്ചോന്റെ കഴിവുണ്ടെന്നല്ല ഈ പറയുന്നത്. അവർക്ക് അള്ളാഹു ഒരു ഹയാത്ത്, ഒരു ജീവിതം ഖബറിൽ കൊടുക്കുന്നുണ്ട്. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അവർക്ക് സലാം മടക്കാൻ കഴിയും. പുണ്യ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് എത്രയോ ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുൽ മലിക് ബിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മുജദ്ദിദാണ്, 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് ബിത്തിഫാഖിൽ ഉലമാ, ലോകം അംഗീകരിച്ച മുജദ്ദിദാൻ. ലോക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി തആല അലൈഹി മകന്റെ ഖബറിന്റെ അരികത്ത് നിന്ന് പറഞ്ഞു, മോനെ, വല്ലാഹി യാ ബുനൈ ലഖദ് കുൻത ബാറൻ ബിഅബീക്. മക്കളെ, ചെറുപ്പക്കാരെ, ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്കൊരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം, ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും, എത്രയോ ഇഷ്ടപ്പെട്ടവർ, കൂടെ പഠിച്ചവർ, ക്ലാസ്മേറ്റുകൾ, അവരൊക്കെ നമുക്ക് വലിയവർ തന്നെയാവാം. എന്നാൽ തൻ്റെ ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കളെക്കാളും വലുതല്ല സുഹൃത്തുക്കളാരും. ഇത് നമ്മുടെ മക്കൾ തിരിച്ചറിയണം. രക്തബന്ധത്തെക്കാളും വലുതല്ല നമ്മുടെ സൗഹൃദ ബന്ധം. രക്തബന്ധത്തിന് വലിയ കൂലിയാണ്, അത് കാത്തു സൂക്ഷിക്കുന്ന വലിയ പ്രതിഫലമാണ് ശറഅ പറയുന്നത്. ഒരു വാപ്പ മകന് കൊടുക്കുന്ന, ലോകത്ത് കൊടുത്ത സർട്ടിഫിക്കറ്റുകളിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അവരുടെ മകൻ അബ്ദുൽ മലിക് എന്ന മകന് കൊടുക്കുകയാണ്. മോനെ എന്ന് വിളിക്കുകയാണ്. ആരെ വിളിക്കണമെന്നറിയോ? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മകനെ. ഇത് വെറും വർത്താനാണെങ്കിൽ മുജദ്ദിദായ മഹാനിത് ചെയ്യോ? ഉണ്ടാണ്ട് പോരൂല. എവിടെന്ന് മകനതറിയാം, മകനത് കേൾക്കുന്നുണ്ട് എന്നറിവോടുകൂടെ തന്നെയാണ് മഹാനി പറയുന്നത്. ജനങ്ങളൊക്കെ
ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നവർ കിതാബ് സുഹുദിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും മഹാന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആ മോനോടാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. മോനെ, ലഖദ് കുൻത ബാറൻ ബിഅബീക്, മോനെ നിന്റെ ഉപ്പയോട് നന്നായി പെരുമാറിയിരുന്ന, ഉപ്പയെ നല്ലോണം സ്നേഹിച്ചിരുന്ന മോനായിരുന്നു നീ എന്ന് എനിക്കറിയാം. ഒരു വാപ്പ മകനോട് ഇത് പറഞ്ഞാൽ മകന് കിട്ടുന്ന ലോകത്തെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്സ് അതാണ്. സ്പോർട്സിന് വേറെ ഏതെങ്കിലും കായികത്തിലെ ഏതെങ്കിലും മറ്റു പരീക്ഷകളിൽ കിട്ടുന്ന വിജയത്തിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല. ഇതാണ് വലുത്. മോനെ, വാപ്പയാ എന്നോട് ഏറ്റവും നന്നായി പെരുമാറിയ മോനാണ് നീ മോനെ. വല്ലാഹി മാ സിൽതു മസ്റൂറൻ ബിക് മുൻദു വഹബക അല്ലാഹു ലീ ഇലാ അൻ ഇസ്തൗദഅതുക അല്ലാഹ ഫിൽ മൻസിലിൽ ലദീ സയ്യറക അല്ലാഹു ഇലൈഹി. മോനെ, നീ ജനിച്ച നാളു മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. അല്ലാഹു നിന്നെ കൊണ്ടുപോവുകയും റബ്ബിന്റെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഈ നിമിഷം വരെ ഇവിടെ അങ്ങോട്ടും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്താ വേണ്ടത്? ഈ പൊരുത്തം കിട്ടിയാൽ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മാതാപിതാക്കളുടെ പൊരുത്തം. മക്കളെ, നിങ്ങൾക്ക് ആൺകുട്ടികളെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല സുന്ദരിമാരായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റിയെന്ന് വന്നേക്കാം ജീവിതത്തിൽ. പക്ഷേ നിങ്ങളുടെ ഉമ്മ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. നിങ്ങളുടെ വാപ്പ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. പെൺകുട്ടികളെ, യു മേ മാരി സംവൺ മോസ്റ്റ് ഹാൻസം, വളരെ ഭംഗിയുള്ള സുമുഖന്മാരായ പുരുഷന്മാരെ നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കിട്ടിയെന്ന് വന്നേക്കാം. പക്ഷേ they won't love you the way your mom and dad did. നമ്മൾ തിരിച്ചറിയണം, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഭർത്താവിനോ കാമുകനോ ഒന്നും കഴിയില്ല. Boys, you may marry the most beautiful, prettiest women on earth. They won't love you the way your mom and dad loved. തിരിച്ചറിയണം നമ്മൾ. നമ്മുടെ ഉമ്മയും വാപ്പയും സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ടൊന്നും കഴിയില്ല. ഇംപോസിബിൾ. ഇത് അല്ലാഹു നിശ്ചയിച്ചൊരു സ്നേഹമാണ്. അതുകൊണ്ട് ഖുർആൻ എടുത്തു നോക്കിയാൽ മക്കളോട് അല്ലാഹു പറയും, മക്കളെ, അനിഷ്കുർലി വലിവാലിദൈക്, നീ എനിക്ക് നന്ദി പറയണം, നിന്റെ മാതാപിതാക്കളോട് നന്ദി പറയണം. പിന്നെ പറയും, നിന്റെ മാതാപിതാക്കൾ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. നിന്റെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അത്തും വിത്തും പറയാൻ തുടങ്ങും, അൾഷിമേഴ്സ് വരും, മെമ്മറി ലോസ് വരും, പറഞ്ഞത് ഓർമ്മയുണ്ടാകില്ല, ആളെ തിരിച്ചറിയാതെ വരും, പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. മക്കളെ, നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് ആ വാർദ്ധക്യത്തിൽ ഛേ എന്നൊരു വാക്കുപോലും പറയല്ലേ. ഖുർആൻ പറയും. ഏതെങ്കിലും വാപ്പയോട് ഖുർആൻ പറഞ്ഞോ നിങ്ങളെ മക്കളെ സ്നേഹിക്കണമെന്ന്? പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? മക്കളോടുള്ള മാതാപിതാക്കളുടെ സ്നേഹം ഇറ്റ് ഈസ് ഓൾറെഡി എംബെഡഡ് ഇൻ ദ ഹ്യൂമൻ മൈൻഡ്സ്. അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ വെച്ചുകൊടുത്തൊരു സ്നേഹമാണ്. സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും സ്നേഹിക്കും മക്കളെ. പക്ഷെ മക്കൾ തിരിച്ചു കൊടുക്കുന്നത് ഇബാദത്താണ്. അത് മക്കൾ ഡെലിബറേറ്റ്ലി ചെയ്യുന്ന പണിയാണ്. ഉമ്മാക്കും വാപ്പാക്കും മക്കളെ സ്നേഹിക്കാൻ പണിയില്ല. എന്തേ? അവരെ സ്നേഹിച്ചിരിക്കും, അങ്ങനെയാണ്. നേരെ മറിച്ച് തിരിച്ചാ സ്നേഹം മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് ഇബാദത്താണ്. അത് മക്കൾ ചെയ്യണം. അതൊരു പക്ഷേ ജന്മനാ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഖുർആൻ മക്കളോട് മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. എന്തു പറഞ്ഞില്ല? മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല മക്കളെ സ്നേഹിക്കാൻ. അത് പറഞ്ഞാലും ഇല്ലെങ്കിലും അവർ സ്നേഹിക്കുന്ന ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, മോനെ, മാസിൽതു മസ്റൂറൻ ബിക, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു മോനെ. മുൻദു വഹബകല്ലാഹു ലീ, എനിക്ക് അല്ലാഹു നിന്നെ തന്നേടം മുതൽ. മക്കളില്ലാത്തവർക്ക് റബ്ബേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ നൽകിയവർക്ക് റബ്ബേ ആ മക്കളിൽ കൺകുളിർമയെ, സന്തോഷത്തെ കൊടുക്കണേ റബ്ബേ. മക്കൾ രോഗികൾക്ക് ശിഫ കൊടുക്കണേ തമ്പുരാനെ. മക്കളൊക്കെ ഒരു +2 ഡിഗ്രി ഒക്കെ ആകുമ്പോഴേക്കൊക്കെ ഉമ്മാർക്കും ഉപ്പാർക്കും സംസാരിക്കാൻ പേടിയാണ്. മോം സ്റ്റോപ്പ് നാഗിങ്. അമ്മ ഇപ്പൊ ഇങ്ങനെ ഗിടുകിറ് പറഞ്ഞുകൊണ്ടിരിക്കല്ല. എന്തിന്? നിസ്കരിച്ചോ ചോദിക്കുന്നതിനായി പറയാ. അത് ഉമ്മ എന്നും ചോദിക്കും. വീട്ടുകാരി വരുമ്പോ ചോദിക്കും, മോനെ, നിന്റെ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരനല്ലേ? നീ അവിടെ എവിടെയും പോയിട്ടില്ലല്ലോ. ഉമ്മ ഒന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഐ ആം ഫെഡ് അപ്പ്.
മക്കള് പറയും, മാ വെറുപ്പാകുന്നുണ്ടിട്ട് ഞങ്ങളെ ഉപദേശം കേട്ടിട്ട്. 10, 12, 13 വയസ്സായി തുടങ്ങുമ്പോൾ ഉപദേശങ്ങളൊക്കെ ഉറപ്പായി തുടങ്ങും. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ മക്കളെ നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ 7 വയസ്സ് 14 വയസ്സിനിടയിൽ നന്നാക്കിയാൽ കിട്ടും. ഇല്ലേ പോയി 7 വയസ്സ് 14 വയസ്സ്, രണ്ടാമത്തെ 7, ആദ്യത്തെ 7 ലാഇബുഹും സബ്അൻ, 7 വയസ്സ് വരെ കുട്ടിയുടെ കൂടെ കളിക്കണം എന്നാണ്. പക്ഷേ the second 7 to 14, 7 മുതൽ 14 വയസ്സ് വരെയുള്ള അദ്ദിബുഹും, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അദബ് പഠിപ്പിച്ചു കൊടുക്കാൻ വല്ല അറബി കോളേജിലും കൊണ്ടേ ചേർത്തണമെങ്കിലോ ഹിഫ്ദിൽ ചേർത്തണമെങ്കിലോ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണമെങ്കിലോ ഒക്കെ 7 to 14 ഇടയിൽ ചെയ്താലേ ഫലിക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. വസാഹിബുഹും സബ്അൻ, പിന്നെ നീ കൂട്ടുകാരനായി നടക്കണം 14 മുതൽ 21 വരെ. പിന്നെ ആ കയറുകിട്ട് ഇട്ടുകൊടുത്തേക്ക് നീ നോക്കിയിട്ട് കാര്യമില്ല. നന്നായാൽ ആ മകൻ നന്നായി, കേടെന്നാൽ അത് കേടുവന്നു. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ രക്ഷിതാക്കളോട്, കൂട്ടുകാരോട് പറയാണ്, നമ്മുടെ മക്കളിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങളുടെ മോള് ഹിജാബ് ധരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ 14 വയസ്സിന്റെ ഉള്ളിൽ പറഞ്ഞോളൂ. 14 കഴിഞ്ഞ ഉമ്മ എനിക്കിപ്പോ എന്നൊക്കെ പറയാൻ ഐ എം നോട്ട് കൺവിൻസ്ഡ്, എനിക്കൊന്ന് ബോധിക്കട്ടെ എന്ന് പറയും. എങ്ങനെയുണ്ട് ബോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ചില ഉമ്മാർ പറയും എനിക്ക് നിർബന്ധിക്കാൻ താല്പര്യമില്ല, ഓൾക്ക് അതൊക്കെ മനസ്സിലാവുമ്പം ചെയ്തോളൂന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ റോഡ് ഇവിടെ മുറിച്ച് കിടക്കുമ്പോൾ ഇവിടെ വളണ്ടിയേഴ്സ് ഇങ്ങനെ ഗാർഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ആക്സിഡൻ്റ് ഇല്ലാതെ ഈ നൂറുകണക്കിന് ആൾക്കാർ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു ചെറിയ പൈതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുതറിയോടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൈപിടിച്ച് നിർത്തോ, അതല്ല കുട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടോ നിന്നോട്ടെ നിങ്ങൾ പറയോ? നിങ്ങളെന്താ ചെയ്യുക? എൻ്റെ കുട്ടിക്ക് ബോധ്യപ്പെടുമോ നിന്നോളൂ, ഇപ്പം ഓടിക്കോട്ടെ പറയോ നിങ്ങൾ റോഡ് മുറിച്ചടക്കുമ്പോൾ? ചെയ്യൂല. എന്തേ? അത് അപകടമാണെന്ന് നിങ്ങൾക്കറിയാം. ആ കുട്ടിക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ രക്ഷിതാക്കളാണ്, നിങ്ങൾക്കറിയാം ഹിജാബ് വേണം, നിങ്ങൾക്കറിയാം ഔറത്ത് മറക്കണം, നിങ്ങൾക്കറിയാം മോഡസ്റ്റ്ലി ഡ്രസ് ചെയ്യണം. ഇത് അവർക്ക് ബോധിച്ചോളും. പക്ഷേ ശറഅ് പറഞ്ഞ സമയം കൊണ്ടത് തുടങ്ങണം. 7 മുതൽ 14 നിങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടുപോകും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ മകൻ, ബാറം ബി അബീക, നിന്റെ വാപ്പയായ എന്നോട് അത്രമേൽ സ്നേഹം കാണിച്ച മോനാണ് നീ. മോനെ, നീ ദുന്യാവിലേക്ക് വന്നത് മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ഇലാ അനിസ്തൗദഅതുക ലില്ലാഹ്, അല്ലാഹുവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത് വരെ. അതെവിടെയാണ്? ഫിൽ മൻസിലില്ലദീ സയ്യറകല്ലാഹു ഇലൈഹി, ഏതൊരു വീട്ടിലേക്കാണോ മോനെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഏതൊരു മൺവീട്ടിലേക്കാണോ നീ വന്നിരിക്കുന്നത്, ഈ വീട്ടിലേക്ക് എത്തുന്നത് വരെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഫറഹിമകല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വഗഫറ ദംബക, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. വജസാക ബിഅഹ്സനി അമലിക, ലോകത്തിന്റെ മുജദ്ദിദായ മഹാനായി പ്രാർത്ഥിക്കുന്നത് 2.5 വർഷം മാത്രം ഭരണം നടത്തിയിട്ട് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഭരണത്തോളം തുല്യമായ നീതി ലോകത്തിന് കൈമാറിയ അത്ഭുതകരമായ ഭരണം 2ാം ഉമർ ഥാനി എന്ന് ലോകം പേരിട്ട് വിളിച്ചു. ആ മഹാൻ മോനെ, അല്ലാഹു നിന്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. വറഹിമ കുല്ല ഷാഫിഇൻ യശ്ഫഉ ലക, അബ്ദുൽ മലിക്കെ നിനക്ക് പുറത്തു തരണം എന്ന് ദുആ ചെയ്യുന്ന, നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ. മകന് ദുആരുന്നത് മാത്രമല്ല, മകന് വേണ്ടി ദുആ ചെയ്യാൻ കൂടെയുള്ള ആളുകളോടൊക്കെ പറയുകയാണ്, എൻ്റെ ഈ മകന് വേണ്ടി ആരെല്ലാം അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുന്നുണ്ടോ, അല്ലാഹുവേ ഷാഹിദിൻ ഔ ഗായിബിൻ, ഇവിടെ ഇപ്പോൾ ഉള്ളവരും ഇനി വരാനിരിക്കുന്നവരുമായ, ഇവിടെ ഇല്ലാത്തവര്, അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ. അവിടെ നമ്മളൊന്ന് ദുആരക്കാണ്, അല്ലാഹുവേ നിന്റെ സ്വാലിഹായ അബ്ദ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ, അവരുടെ മകൻ അബ്ദുൽ മലിക്കിന് റഹ്മത്ത് ചെയ്യണമേ. മഹാൻ ദുആ ചെയ്തു പോയതാ. ആരൊക്കെ ദുആ ചെയ്യുന്നുണ്ടോ അവർക്കും റഹ്മത്ത് ചെയ്യണമേ. റളീനാ ബിഖളാഇല്ലാഹ്, അല്ലാഹുവേ നിന്റെ വിധിയിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടു റബ്ബേ. അതാണ് വിഷയം. നിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ടു. 17 വയസ്സുള്ളൊരു മോന് മരിച്ചു പോകുമ്പോൾ എന്താണ് അവസ്ഥ? എത്ര കുട്ടികൾ എഞ്ചിനീയറിങ്ങിന് പോയവർ കടലിൽ മുങ്ങി താഴുന്നു. എഞ്ചിനീയറിങ്ങിന് പോയ മകൻ തിരിച്ചു ബസ് ആക്സിഡന്റ് ആകുന്നു. എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന, മെഡിസിന് പഠിക്കുന്ന മക്കളെ എന്തെല്ലാം അപകടങ്ങളിലും അല്ലാതെയും പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ട്. എത്രയെത്ര അനുഭവങ്ങൾ. ആ വേദനയുടെ ഭാരം എങ്ങനെയാണ് അവർക്ക് താങ്ങാൻ കഴിയുന്നത്?
കഴിയുന്നതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, റളീനാ ബിഖളാഇല്ലാഹ്, അല്ലാഹുവേ നിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ടു. ഈ തൃപ്തിപ്പെടൽ മുഅ്മിനാണെങ്കിലും അല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ക്ഷമിച്ചേ പറ്റൂ, അല്ലേ? ഇതിന് ക്ഷമയില്ലാതെ വല്ല പരിഹാരമുണ്ടോ? ക്ഷമിച്ചേ പറ്റൂ. മുഅ്മിനായ മനുഷ്യൻ ആദ്യം മുതൽ ക്ഷമിക്കും. ഈമാനില്ലാത്തവൻ കുറച്ചു നാൾ കഴിഞ്ഞാൽ ക്ഷമിക്കും. അതാ വ്യത്യാസം. ഈമാനുള്ളവൻ നേരത്തെ ക്ഷമിക്കും, ഈമാനില്ലാത്തവർ കാലം കുറെ കഴിഞ്ഞാൽ ക്ഷമിക്കും. ഒരു പ്രയാസം വരുന്ന ആദ്യഘട്ടത്തിലാണ് ക്ഷമയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോന്റെ വിഷയത്തിൽ റളീനാ ബിഖളാഇല്ലാഹ് വസല്ലംനാ ലിഅംരില്ലാഹ്, അല്ലാഹുവിന്റെ വിധിക്ക്, റബ്ബിന്റെ കൽപ്പനക്ക് നാം കീഴൊതുങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതും പറഞ്ഞ് അബ്ദുൽ മലിക് എന്ന മകന്റെ ഖബറിന്റെ അരികത്ത് നടന്നു വന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നോക്കണം, മഹാനവറുകളുടെ വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരനുണ്ട്, സഹ്ലു ഇബ്നു അബ്ദുൽ അസീസ്. സഹ്ലു ഇബ്നു അബ്ദുൽ അസീസ് ആ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് വഫാത്താകുന്നത്. മഹാന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, മുസാഹിം റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ മഹാനായിരുന്നു. മുസാഹിം എന്നവരെ പ്രൈവറ്റ് സെക്രട്ടറി എടുക്കുന്നത് തന്നെ, മുസാഹിം എന്നവരൊരു യാത്രയിൽ ഒരു കുറ്റിക്കാടിന്റെ മറവിൽ ചെന്നിരുന്ന് സുന്നത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പോഴാണ് അങ്ങനെ സെക്രട്ടറിയായിട്ട് പദവി കൊടുത്തത്. കുറ്റിക്കാടിന് മുമ്പിൽ കുപ്പിയേറ്റ് പോണതിന് ഒപ്പുണ്ട്, അതല്ല, കുറ്റിക്കാടിന്റെ മറവിൽ ചെന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ അവിടം പറഞ്ഞു, ഇയാൾ എനിക്ക് വേണം. അങ്ങനെ മഹാനായ മുസാഹിം തങ്ങളെ മഹാനവറുകൾ സെക്രട്ടറിയാക്കി എടുത്തു. മഹാനായ മുസാഹിം എന്നവര് വളരെ അടുത്ത സ്നേഹിതനാണ്, വളരെ അടുത്ത കൂടെയുള്ള ആളാണ്. മഹാനായ റബീഉ ഇബ്നു സബ്റ റളിയല്ലാഹു അൻഹു അരികത്തേക്ക് വന്നിട്ട് ഉമർ തങ്ങളോട് പറഞ്ഞു, അല്ലമല്ലാഹു അജ്റക യാ അമീറൽ മുഅ്മിനീൻ. ഒരു മരണപ്പെട്ട വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പറയേണ്ട വാക്കതാണ്, അല്ലമല്ലാഹു അജ്റക വഗഫറല്ലാഹു ലിമയ്യിതിക്. നിങ്ങളുടെ മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലമല്ലാഹു അജ്റക, ആ ക്ഷമ കാരണം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം വലിയ പ്രതിഫലമാക്കി അല്ലാഹു തരട്ടെ. മിനിമം അത്രയെങ്കിലും പഠിച്ചു വെക്കുക. അല്ലമല്ലാഹു അജ്റക വഗഫറല്ലാഹു ലിമയ്യിതിക്. വേറെ ഒരുപാടുണ്ട്, പക്ഷെ അത്ര അങ്ങ് പഠിച്ചു വെക്കുക. അല്ലമല്ലാഹു അജ്റക, നിങ്ങളുടെ കൂലി അല്ലാഹു വണ്ണമാക്കി തരട്ടെ എന്നാ പറഞ്ഞ അവസ്ഥ. അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ. വഗഫറല്ലാഹു ലിമയ്യിതിക്, നിങ്ങളുടെ മയ്യിത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. മഹാനായ റബീഉ ഇബ്നു സബ്റ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, അല്ലമല്ലാഹു അജ്റക യാ അമീറൽ മുഅ്മിനീൻ, മാ റഅയ്തു അഹദൻ ഉസീബ ബിഅളമ മിൻ മുസീബതിക്. നിങ്ങളെക്കാൾ ഒരു പ്രയാസം സംഭവിച്ച ഒരാൾ വേറെയുണ്ടോ എന്നെനിക്കറിയില്ല. നിങ്ങളെ മോനെ പോലോത്ത ഒരു മോനെ ഞാൻ കണ്ടിട്ടില്ല. മാ റഅയ്തു മിഥല ഇബ്നിക ഇബ്നാ, എത്ര നല്ല മോനായിരുന്നു അബ്ദുൽ മലിക് എന്ന മോൻ. വലാ മിഥല അഖീക അഖൻ, നിങ്ങളുടെ സഹൽ എന്ന സഹോദരനെ പോലെ ഒരു സഹോദരനെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ മൗലയായ മുസാഹിം എന്നവരെ പോലെ വലാ മിഥല മൗലാക മൗലൻ ഖത്തു. ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തലതാഴ്ത്തി ഇങ്ങനെ നിന്നു. അപ്പൊ കൂടുള്ളവർ പറഞ്ഞു, എന്തിനാണ് റബീഉ ഇബ്നു സബ്റ മനസ്സിൽ മാഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു വേദനയെ എന്തിനാണ് നിങ്ങൾ തൊട്ടുണർത്തിയത്? ആ മനസ്സിനെ നിങ്ങൾ നോവിച്ചല്ലേ എന്നിങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തല ഉയർത്തിയിട്ട് പറഞ്ഞു, അഇദ് യാ റബീഉ ഇബ്നു സബ്റ, ആ പറഞ്ഞ വാക്കുകളൊന്ന് നിങ്ങൾ ഒന്നുകൂടെ പറയേ. പറഞ്ഞു, അല്ലാഹു അജ്റക, അല്ലാഹു വലിയ കൂലി തരട്ടെ. നിങ്ങളെപ്പോലെ ഒരു മുസീബത്ത് വന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എത്ര നല്ല മോനായിരുന്നു, എത്ര നല്ല സഹോദരനായിരുന്നു, എത്ര നല്ല മൗലയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ലാ വല്ലദീ ഖളാ അലൈഹിമുൽ മൗത്ത്, ആരാണോ അവർക്ക് മരണം വിധിച്ചത് ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ ഉഹിബ്ബു അന്ന ശൈഅൻ കാന മിൻ ദാലിക ലം യകുൻ, എൻ്റെ സഹോദരൻ മരിച്ചു, എൻ്റെ മൗലയായ മുസാഹിം മരണപ്പെട്ടു, എൻ്റെ മോൻ
അബ്ദുൽ മലിക്കും മരണപ്പെട്ടു. ഈ സംഭവിച്ചതിൽ ഒന്നും സംഭവിക്കരുതായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അള്ളാന്റെ തീരുമാനം അത് നടപ്പാവുക തന്നെ വേണമല്ലോ. ഫയാ അയ്യുഹൽ കൗനു മിൻഹു ഇസ്തമി', ലോകമേ കേൾക്കണേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കേൾക്കണേ. വയാ ഉദ്നദ്ദഹരി അൻഹു ഫഫ്ഹമി, കാലത്തിന്റെ ചെവികളെ കേൾക്കണേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കേൾക്കണേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കേൾക്കണേ. എന്തൊരു മനോഹരമായ വചനങ്ങൾ, എന്തൊരു മനോഹരമായ തഖ്വ. ഇതാണ് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഷാമിൽ പ്ലാഗ് രോഗം പിടിപെട്ട ഒരു കാലമുണ്ടായിരുന്നു. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിയർ അലാമുൻ നുബലായിൽ ആ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഖുതുബ നിർവഹിക്കുകയാണ്. കൊറോണക്ക് വന്ന പോലെ, കോവിഡ് വന്ന കാലം പോലെ ഷാമിലാകെ മാരകമായ പ്ലാഗ് രോഗം വന്നപ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഖുതുബ ഓതിയിട്ട് പറഞ്ഞു, ഇന്ന ഹാദ ത്വാഊന റിജ്സുൻ, ഈ പ്ലാഗ് രോഗം ഒരു മാലിന്യമാണ്. ഫഫിറൂ മിൻഹു, ഓടിക്കോളൂ. ഫിൽ ഔദീതി വശ്ശിആബ്, ഓരോരുത്തരും മലമുകളിലേക്ക് ഓടിക്കോളൂ. കൂടിക്കലർന്ന് ജീവിക്കരുത്, ഒറ്റയിട്ട് വയ്ക്കോളൂ. മഹാനായ ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു വന്ന സ്വഹാബിയുടെ ചെവിയിൽ ഇത് കേട്ടു. ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു. എന്നിട്ട് അവരുടെ വസ്ത്രവും വലിച്ചുകൊണ്ട് ഓടി വന്നു. ചെരുപ്പ് 2 കൈകളിൽ പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ലഖദ് സ്വഹിബ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായി കൂടെ ജീവിച്ച ആളാണ് ഞാൻ. ഫസ്മഉ, പുണ്യ നബി തങ്ങൾ പറഞ്ഞത് കേൾക്കണേ. അത്വാഊനു റഹ്മത്തു റബ്ബിക്കും, ഈ പ്ലാഗ് അല്ലാഹുവിന്റെ റഹ്മത്താണ്. വദഅവതു നബിയിക്കും, നിങ്ങളുടെ നബിയുടെ ഒരു ദുആയാണ്. യസ്തശ്ഹിദുല്ലാഹു ബിഹി അൻഫുസകും, അല്ലാഹു നിങ്ങളിൽ മരണം സംഭവിക്കുന്നവർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കും. വയുസക്കി അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കും. കൊറോണ നമുക്ക് മറക്കാൻ സമയമായോ? എത്ര മയ്യത്തുകൾ ഒരു നോക്ക് കാണാൻ കഴിയാതെ, ഒന്ന് കുളിപ്പിക്കാൻ കഴിയാതെ, ആശുപത്രികൾ വിട്ടുകൊടുക്കാതെ, നിയമപാലകരുടെ നിയമങ്ങൾക്ക് വിധേയമായി ഒരു ജനാസ പോലും നിസ്കരിക്കാൻ കഴിയാതെ മരിച്ചുപോയ നമ്മുടെ സഹോദര സഹോദരിമാർ, ഉപ്പ ഉമ്മമാർ, വല്ലിപ്പ വല്ലിമ്മമാർ, അവരെല്ലാം അല്ലാഹുവിൻ്റെ ഷഹീദുകളാണെങ്കിൽ, ഷഹീദുകളാണ്, തീർച്ചയായും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ അല്ലാഹുവിൻ്റെ മലക്കുകളുടെ ആയിരക്കണക്കിന് സഫുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻസുകൾ നിസ്കരിച്ചില്ലെങ്കിൽ എന്താ, അല്ലാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടവർക്ക്. അല്ലാഹുവേ, അല്ലാഹുവേ, ആ കൊറോണ കാലത്തൊക്കെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഊടുവഴികളിലൂടെ വാഹനങ്ങൾ പോകാൻ കഴിയാത്ത വിധം തടഞ്ഞു വെച്ചപ്പോൾ, രോഗികൾക്ക് ആശുപത്രിയിലെത്താൻ കഴിയാതെ വന്നപ്പോൾ നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടിലെ സന്നദ്ധ സേവകന്മാർ മുണ്ടും മടക്കിയിട്ട് നമ്മുടെ നാടുകളിലൂടെ അന്നം കിട്ടാത്തവർക്ക് അന്നവും ഭക്ഷണവും എത്തിച്ചു കൊടുക്കാൻ കാണിച്ച ധൈര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ, ആ ചെറുപ്പക്കാർക്ക്, അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനെ. ആരുടെയൊക്കെ നാണയത്തുട്ടുകളാണോ ആ ഭക്ഷണങ്ങളായി മാറിയത്, മരുന്നുകളായി മാറിയത്, ആരൊക്കെയാണോ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോയത്, കൊറോണ പിടിച്ചവരടക്കം, ഇതൊക്കെ നമുക്ക് മറക്കാൻ നേരമായോ? ഇന്നലെ കഴിഞ്ഞ പോലെയല്ലേ നമ്മളിതൊക്കെ കാണുന്നത്? അല്ലാഹുവേ, ഏതൊരു പ്ലാഗ് രോഗവും പകർച്ചവ്യാധിയും അത് പിടിപെടുന്നവർക്ക് അത് ഷഹാദത്താണ്. അവരുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു പരിശുദ്ധി നൽകുമെന്ന് ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുന്നു, മഹാൻ പ്രഖ്യാപിക്കുന്നു. അത് കേൾക്കുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആരാ മുആദ് ഇബ്നു ജബൽ? മുആദ് ഇബ്നു ജബൽ എന്നവരെ സംബന്ധിച്ച് ഓർക്കണം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, ജനങ്ങളെ, തമന്നൗ, നിങ്ങളൊക്കെ ഒരു ആഗ്രഹം പറയിൻ. അപ്പൊ എല്ലാവരും പലതും പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ലൗ അന്നലി മിൽഉ ഹാദിഹി ദാരി ദഹബൻ ഫഉൻഫിഖഹു ഫീ സബീലില്ലാഹ്.
ആഗ്രഹിച്ചോളൂ എന്നല്ലേ പറഞ്ഞത്? ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഈ വീട് മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണെങ്കിൽ എല്ലാം പടച്ചവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ പാവപ്പെട്ടവർക്ക് ഞാൻ ദാനം ചെയ്തേനെ. ഉമർ തങ്ങൾ പറഞ്ഞു തമന്നൗ, ആഗ്രഹിക്കും. ഇപ്പൊ വീണ്ടും പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു ലൗ അന്നലി മിൽഉ ഹാദിഹി ദാരി ലുഅതൻ വസബർജദൻ ഫഉൻഫിഖഹാ ഫീ സബീലില്ലാഹ്. ഡയമണ്ടുകളും പ്രഷ്യസ് സ്റ്റോൺസും വിലപിടിപ്പുള്ള കല്ലുകളുമാണ് ഈ വീട് നിറയെ എങ്കിൽ അതെല്ലാം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് എൻ്റെ ആഗ്രഹം. ഉമർ തങ്ങൾ പറഞ്ഞു ആഗ്രഹിക്കാൻ. അവർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഉമർ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണമേ. നമ്മുടെ വിഭവങ്ങളിൽ ഏറ്റവും വലിയ വിഭവം ഹ്യൂമൻ റിസോഴ്സ് ആണ് എന്ന് മനസ്സിലാക്കണം. ഏറ്റവും നല്ല വിഭവം നല്ല പൗരന്മാരാണ്. ഏറ്റവും നല്ല വിഭവം നല്ല മനുഷ്യരാണ്. ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി നോക്കണേ. വദിത്തു, ഞാൻ കൊതിച്ചു പോവുകയാണ്, ലൗ അന്നലി അംസാലു അബി ഉബൈദത്ത് ബിനുൽ ജറാഹ് വസാലിം മൗല അബി ഹുദൈഫ വമുആദ് ബിൻ ജബൽ ഫഅസ്തഅമിലഹും ലിഇലാഇ കലിമത്തില്ലാഹ്. ഞാൻ കൊതിച്ചു പോവുകയാണ് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന സാലിം മൗല അബി ഹുദൈഫ, അബൂ ഹുദൈഫ തങ്ങളുടെ വേലക്കാരനായി അടിമയായി ജോലി ചെയ്ത സാലിം എന്നവർ അടിമയായിരുന്നു. സാലിം തങ്ങളെപ്പോലെ, മുആദ് ബിൻ ജബലിനെ പോലെ, അബൂ ഉബൈദത്ത് ബിൻ ജറാഹിനെ പോലെ നല്ല ചുറുചുറുക്കുള്ള യുവാക്കളുണ്ടെങ്കിൽ നാട്ടിൽ നന്മയും നീതിയും സഹവർത്തിത്വവും സ്നേഹവും നടപ്പാക്കാൻ, നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ ദീനിന്റെ ദൗത്യവുമായി പറഞ്ഞേക്കാൻ എനിക്കാഗ്രഹമുണ്ട്. ഇങ്ങനത്തെ ചെറുപ്പക്കാരെ എനിക്ക് വേണം. ഉമർ തങ്ങൾ ആഗ്രഹിച്ചത് മുആദ് ബിൻ ജബൽ തങ്ങളെപ്പോലെ, അബൂ ഉബൈദ തങ്ങളെപ്പോലെ, സാലിം മൗല അബീ ഹുദൈഫ തങ്ങളെപ്പോലെ. മുആദ് ബിൻ ജബൽ എന്നവർ റളിയല്ലാഹു അൻഹു യമനിലേക്ക് നബി തങ്ങൾ ദഅവത്തിന് പറഞ്ഞയച്ച സ്വഹാബിയാണ്. അതൊന്നുമല്ല വലിയ മഹത്വം. ആലിമീങ്ങൾക്ക് നേതാവുണ്ടെങ്കിൽ, ഹംസ തങ്ങൾ ശുഹദാക്കളുടെ നേതാവാണെങ്കിൽ, ഹംസ റളിയല്ലാഹു അൻഹു സയ്യിദ് ശുഹദാ ആണെങ്കിൽ, സയ്യിദുൽ ഉലമായി വസാബിഖുഹും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് പണ്ഡിതന്മാരെ നയിച്ചു കൊണ്ടുപോകുന്ന ആലിമീങ്ങളുടെ സയ്യിദ് എന്ന് പറയുന്നത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ മഹാനാണ്. 34-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 34-ാമത്തെ വയസ്സിൽ. പക്ഷേ 100-110 വയസ്സിൽ മരിച്ചുപോയ ആലിം ഈ 34-കാരൻ്റെ ബാക്കിലായിരിക്കും സ്വർഗത്തിലേക്ക് പോകുക. അങ്ങനത്തെ മഹാനാണ് മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്ന് ഷഹീദാവണമെന്ന് കൊതിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് മുആദ് തങ്ങൾ അടക്കം വന്ന് ഷാമിലുണ്ട്. പ്ലാഗ് രോഗം വന്നപ്പോൾ അല്ലാഹുമ്മ ജഅൽ നസീബ അഹ്ലി ബൈത്തി മുആദിനിൽ ഔഫറ മിൻഹു. അല്ലാഹുവേ, ശുറഹ്ബീൽ ഇബ്നു ഹസന പറഞ്ഞത് പ്രകാരം ഞങ്ങൾക്ക് ഇതിലൂടെയുള്ള മരണം ഞങ്ങൾക്ക് ഷഹാദത്താണെങ്കിൽ മുആദ് ഇബ്നു ജബലിന്റെ കുടുംബത്തിന് റബ്ബേ ഈ ഒരു ഓഹരിയിൽ നിന്ന് ധാരാളം നൽകണമേ, ധാരാളം നൽകണമേ എന്ന് പറഞ്ഞാൽ ആ പ്ലാഗ് കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് മരണപ്പെടാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ 2 പെൺകുട്ടികൾക്ക് ഈ അസുഖം വന്നു, പ്ലാഗ് രോഗം പിടിപെട്ടു. മുആദ് എന്നവരുടെ 2 പെൺകുട്ടികൾ മരിച്ചു. ആ 2 പെൺകുട്ടികളെയും ഒരു ഖബറിലാണ് മറവ് ചെയ്തത്. ഒരുപാട് ആളുകൾ മരിക്കുമ്പോഴേ ഒരു ഖബറിൽ ഒന്നിലേറെ മയ്യത്ത് വെക്കും. ഒരു ഖബറിലാണ് അവരെ മറവ് ചെയ്തത്. വഹമിദല്ലാഹ വസ്തർജ, അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ഇന്നാ ലില്ലാഹി ചൊല്ലുകയും ചെയ്തു. പിന്നെ അതാ വരുന്നു അവരുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ. മക്കളിൽ മഹാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മോനാണിത്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു മോനോട് ചോദിച്ചു, മോനെ കൈഫ തജിദുക്, എങ്ങനെയുണ്ട് മോനെ, എന്താണ് മോന്റെ അവസ്ഥ? അബതാ, ലാത്ത സംഭാഷണം. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അൽ ഹഖ്ഖു മിർ റബ്ബിക് ഫലാ തകും മിനൽ മുംതരീൻ. സംശയം വേണ്ട ഉപ്പ, സത്യം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പായി.
ഇത് പറഞ്ഞപ്പോൾ മുആദ് എന്നവർ പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. മോനെ, ഞാൻ നിന്റെ വിയോഗത്തിൽ ക്ഷമിക്കുന്നൊരു ഉപ്പയായി നിനക്ക് എന്നെ കാണാൻ കഴിയും. ثم توفي. മഹാനായ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് എന്നവരും അതിൽ ഷഹീദായി. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിന് പ്ലാഗ് രോഗം ബാധിച്ചു. ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ മഹാനവരുടെ കയ്യിൽ ബാധിച്ചു. ഫജഅല